സുധി വരുന്നെങ്കിൽ നമുക്ക് താമസം എറണാകുളത്തേക്ക് മാറ്റാം. എനിക്കങ്ങനെ ഒരു മനസ്സ് വന്നിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഇവിടെ ഒറ്റപ്പെട്ടു പോയതുപോലെ ഒരു ഫീൽ. ആകാശിന്റെ വിവാഹം കഴിയാതെ ഇനി ഇവിടുന്ന് തിരിച്ചു പോരാനും കഴിയില്ല. എന്തായാലും എനിക്കൊരു കള്ളം കൂടി പറഞ്ഞേ തീരൂ. അതെന്താ? സുധി അത് മറന്നുപോയോ? ഡെലിവറിക്ക് മുമ്പ് ഞാൻ സുധിക്കൊപ്പം സിംഗപ്പൂരിലേക്ക് പോകുമെന്നല്ലേ എല്ലാരോടും പറഞ്ഞിരിക്കുന്നത്. ഗീതേന്റെയൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് എനിക്ക് ഡേറ്റ് എടുത്തെന്നാ. ശരിയാ, അത് ഞാൻ ഓർത്തില്ല. സുധി ഉടനെ വന്നാ ഒന്നുകിൽ നമ്മൾ 6 മാസം ഇവിടെ താമസിക്കണം, അല്ലെങ്കിൽ എറണാകുളം. എന്തു വേണമെന്ന് സുധിക്ക് തീരുമാനിക്കാം. എന്തായാലും ആകാശിന്റെ മാരേജ് കഴിയട്ടെ. ആ പിന്നെ മോനെന്ത് ചെയ്യുന്നു? അവൻ കിടന്നുറങ്ങുവാ. ഞാനെന്തായാലും രാത്രി വിളിക്കാം. എനിക്ക് അവനൊന്ന് കാണണം. See you. Bye. നിന്റെ അച്ഛന് തിരിച്ചു വരണമെന്ന മോഹം കൂടിക്കൂടി വരികയാണ്. ആ അലിസെ, മോൻ ഉറങ്ങിയോ? അവനുറങ്ങി. അല്ല, മോന്റെ അച്ഛൻ വരുന്നുണ്ടോ? ഇവനെ കാണാതെ അവിടെ നിൽക്കാൻ പറ്റില്ലാന്ന്. മാഡത്തെ പിരിഞ്ഞതിന്റെ വിഷമം കാണും. അത് മോനെയും ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. എനിക്കതറിയാം ആലീസെ. വിവാഹശേഷം ഒരു ദിവസം പോലും ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടില്ല. പിന്നെന്തിനാ സുധി സാർ പോയത്? ഓരോ സമയം ഓരോന്ന് തോന്നും, അല്ലാതെ എന്താ. ആ ആലിസിന്റെ അപ്പച്ചനെ ഡിസ്ചാർജ് ചെയ്തോ? ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് ആനെ വിളിച്ചു പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് കട്ടപ്പന വരെ ഒന്ന് പോവാം. അത് ഇവിടുന്ന് കുറെ ദൂരമുണ്ട് മാഡം. ജില്ല ഒന്നാണേലും 2 ഭാഗത്തായിട്ടാ കിടക്കുന്നത്. അതിനെന്താ, നമ്മൾ രാവിലെ പുറപ്പെട്ടാ പോരെ, എന്നിട്ട് രാത്രി തന്നെ തിരിച്ചെത്താം. അല്ല, ആന്റി എവിടെ? അഴകേശിനെ കൊണ്ടെന്തോ പണിയെടുപ്പിക്കുക. മോൻ ഉണരുമ്പോ പാല് കൊടുക്ക, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ഒരറിയിപ്പുമില്ലാതെ മോന്റെ അച്ഛൻ വരുമോ? രേവതി, ഒന്ന് നിന്നെ. ഞാൻ തന്നെ കാണാമെന്ന് വന്നതാ. വന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. നിങ്ങളിപ്പോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതും ഒരു ആവേശത്തിന്റെ പുറത്താണെന്ന് എനിക്കറിയാം. അതിന് നിന്ന് തരാൻ എന്നെ കിട്ടില്ല. എനിക്കറിയാം ഇപ്പോഴും എന്റെ വാക്കുകളെ സംശയത്തോടെ രേവതി കാണുന്നതെന്ന്. എന്നെ വിശ്വസിക്കണം. നിങ്ങളെ ഞാൻ വിശ്വസിച്ചതുകൊണ്ട് തീർന്നോ? നിങ്ങളെന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം കാണിച്ചത് എന്തിന്റെ പേരിലാ? വീട്ടുകാരോട് നിങ്ങൾക്കുള്ള പ്രതികാരത്തിന്. അതുകൊണ്ട് എനിക്കുള്ള നേട്ടം എന്താ? നമ്മൾ ഒന്നിച്ച് ജീവിക്കും. അതിൽ കൂടുതൽ എന്തുറപ്പാ എനിക്കൊരു പെൺകുട്ടിക്ക് തരാനുള്ളത്? നിങ്ങൾക്കൊപ്പം ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? ഇങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു മറുപടി പറയാനാവില്ല. നമ്മുടെ വിവാഹത്തിന് അമ്മ എതിർപ്പ് പറഞ്ഞിട്ടില്ല. എന്റെ കാര്യം നിങ്ങൾ അമ്മയോട് പറഞ്ഞോ? ഞാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളൂ. അവൾ ആരായാലും സ്വീകരിക്കാൻ അമ്മ തയ്യാറാണ്. വീണ്ടും ഞാൻ പറയുക, വെറുതെ എന്റെ കൂടെ ഇറങ്ങി വരാനല്ല ഞാൻ ക്ഷണിക്കുന്നത്. രേവതിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ രജിസ്റ്റർ ഓഫീസിലേക്ക് ക്ഷണിക്കാം. ഞാനും എന്റെ ഫ്രണ്ട്സും അവിടെ വരും. ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അനിയത്തിയോട് സംസാരിച്ചിട്ട് രേവതി നാളെ ഇവിടുത്തെ രജിസ്റ്റർ ഓഫീസിലേക്ക് വരണം. കൊള്ളാം. നാളെയോ? ഇനിയും അത് വൈകുന്നത് എന്തിന്? അച്ഛൻ ഈ വിവരം അറിയുന്നതിന് മുമ്പ് ഇത് നടന്നിരിക്കണം. ശരിക്കും ആലോചിക്കാതെ എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ആലോചിക്കാൻ ഇനിയും സമയം വേണം. ഒരു ദിവസം വന്ന് നാളെ രജിസ്റ്റർ വിവാഹം നടക്കണമെന്ന് ഒരാൾ പറഞ്ഞാ പിന്നെ എന്ത് മറുപടിയാ പറയേണ്ടത്? എന്റെ നീക്കങ്ങളിൽ അച്ഛന് ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. തീരുമാനം നീട്ടിക്കൊണ്ടുപോയാൽ സുധിയുടെയും അർച്ചനയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് നമുക്കും സംഭവിക്കും. ഒഴിഞ്ഞു മാറാൻ രേവതിക്കും കഴിയില്ല. നിങ്ങളെന്താ പേടിപ്പിക്കുകയാണോ? ഞാനൊരു സത്യമാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് രേവതിയുടെ നമ്പർ വേണം. എന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കമുണ്ടായാൽ എനിക്കത് നേരിടണം. പ്ലീസ്.
എന്താ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? സുഭാഷ് ഇന്ന് ശബരി കണ്ടിരുന്നു. രാവിലെ കണ്ടിരുന്നു. അവൻ എന്തെങ്കിലും പ്രശ്നമുള്ളതായി സുഭാഷിന് തോന്നിയോ? അത് പിന്നെ കുറേ നാളായി അവനാകെ ഡെസ്പാണ്. വിവാഹം മുടങ്ങിയത് മാത്രമല്ല സാർ കാരണം. അവനെ മാനസികമായി അലട്ടുന്ന മറ്റെന്തോ പ്രശ്നമുണ്ട്. യെസ്, അവൻ്റെ ഫ്രണ്ട് എന്ന നിലയിൽ അവനെ തിരിച്ചു കൊണ്ടുവരാൻ സുഭാഷിൻ്റെ സഹായം എനിക്ക് വേണം. അതിനാ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത്. എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് സഹായം ഉണ്ടാവും സാർ? അവൻ ഇത്രയും തകർന്നു പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചില്ലേ? അത് അവൻ്റെ കസിൻ സുധിയെ സംബന്ധിച്ചുള്ള മാറ്ററാണ്. സാറിനോട് ഞാനത് പ്രത്യേകം പറയണ്ടല്ലോ. ഏയ്, അതൊരു വിഷയമായി ശബരി കാണേണ്ട കാര്യമില്ല. സുധി അവൻ്റെ വൈഫും സിംഗപ്പൂരില്ല. അവർക്കൊരു കുഞ്ഞും ജനിച്ചു. ശബരി വിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ അവൻ്റെ സംസാരത്തിൽ സുധിയോട് വലിയ തെറ്റ് ചെയ്തു എന്ന ഭാവമാണ്. ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് അവൻ്റെ വിവാഹം നടന്നു കാണാനാണ്. എന്നാൽ ഞങ്ങളെ വെല്ലുവിളിച്ച് ഒരു രജിസ്റ്റർ മാരേജിന് അവൻ ശ്രമിക്കുന്നുണ്ട്. ആ വിവാഹം ഏത് നിമിഷവും ഉണ്ടാവും, ചിലപ്പോൾ നാളെ. എന്താ സുഭാഷേ, അങ്ങനെ കരുതിക്കൂടെ? എന്നെ നാണം കെടുത്താൻ വേണ്ടി ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരാനാ അവൻ്റെ ശ്രമം. ആ പെൺകുട്ടി ആരാണെന്ന് സുഭാഷിനറിയാം. അയ്യോ, എനിക്കറിയില്ല സാർ. സുഹൃത്തുക്കളായ ഇങ്ങനെ തന്നെ വേണം. ഏത് അപകടത്തിലും കൂടെ നിൽക്കണം. പക്ഷേ കൂട്ടുകാരൻ്റെ നല്ല ജീവിതമാണ് കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു വാശിയുടെ പുറത്ത് അവനൊരു കെണിയിലേക്ക് തള്ളിവിടില്ല. സുഭാഷും അത് ചെയ്യില്ലെന്ന് ഞാൻ കരുതുന്നു. ഇയാൾ പറ, അവൻ രജിസ്റ്റർ മാരേജിന് കണ്ടുവച്ച ആ പെണ്ണ് ഏതാ? എന്നോട് അതേപ്പറ്റി അവൻ പറഞ്ഞിട്ടില്ല സാർ. ഒരു സൂചന മാത്രം തന്നു. എന്നാ ഞാനും നിനക്കൊരു സൂചന അറിയാം. അത് പറയാതെ നീ ഇവിടുന്ന് പോവില്ല. പെൺകുട്ടി ഏതാണെന്ന് വ്യക്തമായിട്ട് അവൻ പറഞ്ഞിട്ടില്ല സാർ. ഒരു കാര്യം മാത്രം പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. നീ പറ സുഭാഷേ. സുധി സ്നേഹിച്ചിരുന്ന പെണ്ണിന്റെ ബന്ധത്തിലൊരു കുട്ടി. അതേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. എന്നാ സുഭാഷ് വയ്ക്കോ. സാർ, പശ്ചാത്താപത്തിന് അവൻ കണ്ട മാർഗളിന് മനസ്സിലായില്ലേ? അർച്ചനയുടെ അനീതിമാരിലൊരാൾ. അതിന് കൂട്ടുനിൽക്കാനുള്ള ധൈര്യം രാജപ്പനുണ്ടോ? രാജപ്പൻ കിടപ്പിലല്ലേ? ശബരി മൂത്ത പെണ്ണിനെ ചാടിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അവള് രാജപ്പന്റെ മോളാ. പിടിവിടില്ലളിയവള്. ശബരിക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തത് സുധിയാണ്. നാളെ എന്തെങ്കിലും സംഭവിച്ചാലോളിയ, പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അനിയത്തിയോട് സംസാരിച്ചിട്ട് രേവതി നാളെ ഇവിടുത്തെ രജിസ്റ്റർ ഓഫീസിലേക്ക് വരണം. അച്ഛൻ ഈ വിവരം അറിയുന്നതിന് മുമ്പ് ഇത് നടന്നിരിക്കണം. തീരുമാനം നീട്ടിക്കൊണ്ടു പോയാൽ സുധിയുടെയും അർച്ചനയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് നമുക്കും സംഭവിക്കും. എന്താ നീ കിടക്കുന്നില്ലേ? ഞാൻ വീട്ടിലേക്ക് വരുമ്പോ അയാളെ കണ്ടു. ആരുടെ കാര്യം നീ പറയുന്നത്? ശബരി. എന്നെ കാണാൻ അയാളവിടെ കാത്തു നിന്നതാ. എന്നിട്ടെന്താ പറഞ്ഞത്? നാളെ രജിസ്റ്റർ മാരേജ് നടത്തണമെന്ന് പറയാനാ അയാൾ വന്നത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എന്ത് ചോദ്യം നിന്റെ ഇത്? അയാളൊരു പുരുഷനാ, തോന്നിയത് എന്തും പറയാം. അതുപോലെയാണ് ഒരു പെണ്ണിന്റെ കാര്യം. ഞാൻ വ്യക്തമായ മറുപടിയൊന്നും പറഞ്ഞില്ല. അയാളുടെ വീട്ടുകാർ മണത്തറിഞ്ഞ അതിന്റെ ദോഷം എനിക്കാണെന്ന് ഒരു ഭീഷണിയും മുഴക്കി. ആ പറഞ്ഞത് ശരിയല്ലേ? അയാളുടെ അമ്മ അയാൾക്ക് സപ്പോർട്ടാണെന്നാ പറയുന്നത്. നിന്നോട് ഞാൻ ഇപ്പോഴും പറയുക, അയാളെ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. അപ്പോ നാളെ ഞാൻ രജിസ്റ്റർ മാരേജിന് ചെല്ലണമെന്നാണോ നീ പറയുന്നത്? അതെ. ഞങ്ങളെ ഓർത്ത് നീ പേടിക്കണ്ട. കല്യാണം കഴിഞ്ഞ അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അന്ന് അച്ചുവേച്ചി വേണ്ടെന്ന് വെച്ചിട്ടല്ലേ? അല്ലായിരുന്നെങ്കിൽ സുധിസാറിന്റെ അച്ഛന്റെ ഭീഷണി നമ്മുടെ അടുത്ത് വില പോകില്ലായിരുന്നു. അയാളുടെ ഉദ്ദേശം ചതിക്കാനൊന്നും അല്ലാന്ന് എനിക്ക് ഉറപ്പായി. നിന്നെ നിയമപരമായി വിവാഹം ചെയ്തിട്ട് അയാൾ എങ്ങനെ ചതിക്കുമെന്നാ? ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം,
അയാൾ നിന്നെ തള്ളിക്കളയില്ല. എനിക്കൊന്നിനും ധൈര്യമില്ല മോളെ. അച്ഛന്റെ കിടപ്പ് കണ്ടില്ലേ? ഇറങ്ങിപ്പോവാൻ എനിക്ക് എങ്ങനെ മനസ്സ് വരും? ഇറങ്ങിപ്പോകുന്നതല്ലോ. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് വരണം. അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങണം. അത് കഴിഞ്ഞാൽ തെറ്റ് ചെയ്തതായി നിനക്കൊരു തോന്നൽ പോലും ഉണ്ടാവില്ല. ഈ സന്ദർഭത്തിൽ അച്ചുവേച്ചിയോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ എങ്ങനെയാ മോളെ? അച്ചുവേച്ചി ഇത് ഒരിക്കലും അനുവദിക്കുന്നു നീ കരുതണ്ട. അച്ചുവേച്ചിയോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നിനക്കത് പോരെ? നിനക്കൊരു ജീവിതം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ഇതിന് ധൈര്യം കാണിക്കണം. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ സുനന്ദ ചേച്ചി അവരുടെ ഭർത്താവിനെ ഒപ്പം കൂട്ടാം. നിന്റെ രക്ഷയെ കരുതിയാ ഞാൻ പറയുന്നത്. അച്ഛൻ മരിച്ചിട്ടില്ലെന്നറിഞ്ഞ ആ ചെവള വീണ്ടും വരും. പോലീസ് ഒരിക്കൽ വന്ന് അന്വേഷിച്ചിട്ട് പോയതല്ലാതെ പിന്നെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മറുഭാഗത്ത് SP-യും കൂട്ടരും നമ്മളെ ദ്രോഹിക്കാനേ നിൽക്കൂ. നീ നമ്മുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക്. എന്തിനേക്കാളും വലുത് മാനമല്ലേ? നാളെ അയാള് രജിസ്റ്റർ ഓഫീസിൽ വരില്ലേ? അയാളും ഫ്രണ്ട്സും വരും. ഇപ്പൊ നീ കിടക്ക്. രാവിലെ നമുക്ക് സുനന്ദേച്ചിയുടെ വീട്ടിൽ പോവാം. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. നാളെ അത് നടന്നിരിക്കും. എന്താ ജയന്തി കാര്യം? എന്ത് കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അർച്ചന ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും കൂട്ടി എത്രയും പെട്ടെന്ന് പെരുമ്പടപ്പിലോട്ട് വരണം. അങ്ങനെയാ ശബരി എന്നെ വിളിച്ചു പറഞ്ഞത്. അയ്യോ, ഊണ് കഴിക്കാൻ സ്കൂളിൽ നിന്ന് വന്ന എന്നെ കാറിൽ കയറ്റി അപ്പൊ തന്നെ ചേട്ടൻ തിരിച്ചു. അർച്ചന ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? ഈ ശബരിക്ക് ഇതെന്താ പറ്റിയേ? ഉള്ള കള്ളൊക്കെ വലിച്ചു കയറ്റിയപ്പോ അച്ഛനിട്ടൊന്നും താങ്ങാവുന്ന കരുതി കാണും. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഒരു സെക്കൻഡ്. അച്ഛനും അമ്മയും എത്തിയല്ലോ അല്ലേ? നീ എന്താടാ ആളെ പറ്റിക്കണോ? അവൻ ഇങ്ങോട്ട് വന്നെന്ന് തോന്നുന്നു. സോറി അച്ഛാ, പേര് തെറ്റിപ്പോയി. അല്ലെങ്കിൽ തന്നെ പേരിൽ എന്തിരിക്കുന്നു. ഞാനിവിടെ എത്തി. കേറി വരട്ടെ. ഇന്നത്തോടെ അവന്റെ കളി ഞാൻ നിർത്തും. സോറി, എല്ലാവരെയും ഒന്നിച്ച് കാണാനാ ഞാനൊരു കള്ളം പറഞ്ഞത്. ശബരി, ഇതെന്ത് വേഷാടാ ഇത്? അമ്മേ, അച്ഛാ, ഞാനൊരു കല്യാണം കഴിച്ചു. നിങ്ങളും അങ്കിളും ആൻറ്റിയും എല്ലാവരും അനുഗ്രഹിക്കണം. കല്യാണമൊന്നും വിധിച്ചിട്ടില്ലെന്നാ ഞാൻ കരുതിയത്. അപ്പോഴാ ഒരു പെണ്ണിനെ കണ്ടത്. നിങ്ങളോട് വന്ന് പറഞ്ഞാൽ കുടുംബമഹിമ, സ്റ്റാറ്റസ് ഒക്കെ നോക്കും. നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഞാനും കരുതി. എവിടാടാ പെണ്ണ്? കേറി വാ. വാ. ഇതാണ് എൻ്റെ ഭാര്യ. അമ്മയുടെ മരുമകൾ എങ്ങനെയുണ്ട്? എടാ നായേ! വേണ്ട. മകൻ അച്ഛൻ്റെ കൈ പിടിച്ചെന്ന് കേട്ടാൽ അതിൻ്റെ അപമാനം അച്ഛന് തന്നെ. സമ്മതിക്കില്ലടാ. നടരാജന് ജീവനുണ്ടെങ്കിൽ നീ ഇവളുടെ ജീവിക്കില്ല. അത് അച്ഛൻ്റെ ഇഷ്ടം. ഒരായുഷ്കാലം ഒന്നിച്ച് ജീവിക്കാന്നും ജീവൻ കൊടുത്തും സംരക്ഷിച്ചു കൊള്ളാന്നും ഉറപ്പ് കൊടുത്തിട്ടാ ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത്. ചതിച്ചല്ലോടെ നീ. വിവാഹം ചതിയാവുന്നെങ്ങനെ? പരസ്പരം ഇഷ്ടപ്പെട്ട ഞങ്ങൾ വിവാഹം കഴിച്ചത്. ആരെ ഭാര്യയെ സ്വീകരിക്കണമെന്ന അവകാശം എനിക്കുണ്ട്. ഏതാടാ ഇവള്? ഇവളുടെ പേര് രേവതി എന്നാ. നിനക്ക് വീടും ബന്ധുക്കളൊന്നുമില്ലേ? എല്ലാരും ഉണ്ട്. പറഞ്ഞു കൊടുക്ക. നിന്റെ നാവിന്ന് അത് കേൾക്കാനാ സുഖം. എന്റെ അച്ഛന്റെ പേര് രാജപ്പൻ.
ചേച്ചിയുടെ പേര് അർച്ചന. ഇനിയും മനസ്സിലായില്ലേ? ലോറി ഡ്രൈവർ രാജപ്പന്റെ മകൾ. ഞാനും നിങ്ങളും ഒരേ മനസ്സോടെ വേട്ടയാടിയ അർച്ചനയുടെ അനിയത്തി. ഇതെന്റെ പ്രായശ്ചിത്വം. ശ്രുതിക്ക് വേണ്ടി എനിക്ക് ചെയ്യാവുന്ന നല്ല കാര്യം. അവനോട് ഞാൻ ചെയ്ത പാപത്തിനുള്ള പരിഹാരക്രിയ. ഇവളെ ആദ്യം കൊണ്ടുവരേണ്ടത് ഈ വീട്ടിലേക്കാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇവളെ വിളിച്ചോണ്ട് പോടാ. ഇവിടെ ഇവളുമായി താമസിക്കാൻ വന്നതല്ല ഞാൻ. ഇവളെ കൊണ്ട് ഈ വീട്ടിൽ ആദ്യം വന്നാലേ നിങ്ങളുടെയൊക്കെ നെഞ്ച് പൊള്ളൂന്ന് എനിക്കറിയാം. ഇവളെയും കൊണ്ട് നീ എന്റെ വീടിന്റെ പടി കയറില്ല. എന്റെ അച്ഛനും അമ്മയും നിങ്ങളാണെങ്കിൽ ഞാനും എന്റെ ഭാര്യയും ആ വീട്ടിൽ തന്നെ താമസിക്കും. ചതിച്ചോടാ ഗീതേ. എന്താ? എന്തിനാ അലറി വിളിച്ചത്? അവൻ മുറിയിലുണ്ടോ? എനിക്കറിയണം. അവൻ എവിടെ പോവാനാ? നിങ്ങൾ എന്താ സ്വപ്നം കണ്ടോ? നീ കുറച്ച് വെള്ളം എടുത്തേ. ദാ. ശബരി മുറിയിലുണ്ടെന്ന് നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ. അവനത് ചെയ്താ പിന്നെ ഞാനുണ്ടാവില്ല. അവൻ നല്ല ഉറക്കത്തിലാ. ഒരു സ്വപ്നം കണ്ടെന്ന് വെച്ച് എന്താ ഇത്? അല്ല, എന്ത് സ്വപ്നം നിങ്ങൾ കണ്ടത്? അത് പിന്നെ നിങ്ങൾ കിടക്കാൻ നോക്ക്. കിടക്ക്. നീ എന്തിനെങ്ങനെ ചിന്തിച്ചിരിക്കുന്നെ? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. നിനക്കെന്താ സംഭവിച്ചേ? നീ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നീ രക്ഷിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പോ ശബരിക്കൊപ്പം ഇറങ്ങിപ്പോവാൻ നീ നിർബന്ധിക്കുന്നതിന്റെ കാരണം എനിക്കറിയണം. നിന്നോട് ഞാനത് എത്ര വട്ടം പറഞ്ഞു. നമുക്ക് രക്ഷപ്പെടാനൊരു വഴിയാ ഞാൻ കണ്ടത്. ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല. അയാൾ നല്ലവനല്ലെന്ന് നമുക്കറിയാം. അയാൾക്കിപ്പോ വന്ന മാനസാന്തരം നമ്മളെ ചതിക്കാനല്ലെന്ന് നിനക്ക് വല്ല ഉറപ്പുണ്ടോ? അച്ചുവേച്ചിയോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കണോ? അയാളോടൊപ്പം ഇറങ്ങിച്ചെല്ലാനല്ല അയാൾ വിളിക്കുന്നത്. രജിസ്റ്റർ മാരേജ് ചെയ്യാനാ. നമ്മുടെ ഭാഗത്തുനിന്നും ആളുണ്ടാവും. ഞാൻ ഈ പറയുന്നത് അച്ചുവേച്ചിയുടെ രക്ഷയെക്കൂടെ കരുതിയ. അച്ചുവേച്ചിയെ തേടി SP അയാളുടെ ആളുകളും പരക്കം പായുകയെ. ഞാനൊരു തീരുമാനം എടുക്കണമെങ്കിൽ എനിക്ക് അച്ചുവേച്ചിയോട് സംസാരിക്കണം. ഇനി ഞാനൊന്നും പറയുന്നില്ല. എല്ലാം നിന്റെ ഇഷ്ടം. മോളെ, അച്ചുവേച്ചി ഇപ്പോ തനിച്ചാണോ? അതെ. എന്താ മോളെ? ഞാൻ പറയുന്ന കാര്യങ്ങൾ അച്ചുവേച്ചി ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ മോളെ? നീ കാര്യം പറ.